കേരളം എന്ന ഇട്ടാവട്ടത്ത് പ്രവർത്തിക്കുന്ന ആസ്പത്രികളെല്ലാം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിക്ക് നൽകുന്ന സംഭാവനകൾ തീരെ ചെറുതല്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എടുക്കുമ്പോൾ അതിനകത്തൊരു പ്രധാന സംഭാവനയെ കേരളത്തിലെ ആസ്പത്രികൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഗവൺമെന്റ് ആശുപത്രികളെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ആശുപത്രികളോട് കിടപിടിക്കാനായിട്ട് അവർ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അവർക്ക് പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവരിപ്പോഴും ആ ശൈശവദിശയിൽ തന്നെയാണ്. ഈ സ്ഥലത്തേക്കാണ് കേരളത്തിലുള്ള പ്രൈവറ്റ് ആസ്പത്രികളിലേക്ക് അമേരിക്കയിലെ വമ്പൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ആയിട്ടുള്ള KKRും ബ്ലാക്ക് റോക്ക് പോലെയുള്ള കമ്പനീസൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അതായത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കിംസ്, ഇപ്പൊ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ആസ്റ്റർ മെഡിസിറ്റി പോലെയുള്ള വമ്പൻ ആസ്പത്രികളിലൊക്കെ ഇവർ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞു. ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, അതായത് AUM എന്ന് പറയുന്നത് 14 ട്രില്യൺ ആണ്. അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ GDP-നേക്കാൾ വലുതാണ് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവർ ഇത്ര ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ തന്നെ ഇതിന്റെ അതായത് മെത്തേഡും മോഡൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആസ്പത്രികളുടെ ഒരു രീതിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതൊരു ബിസിനസ് മൈൻഡഡ് കൂടി ആവാനുള്ള, ഇപ്പോൾ ഓൾറെഡി തന്നെ ബിസിനസ് മൈൻഡഡ് ആണ്. പക്ഷെ അത് കുറച്ചും കൂടി ശക്തമായിട്ടുള്ള രീതിയിലുള്ള ബിസിനസ് മൈൻഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതൊരു പക്ഷേ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഗവൺമെന്റ് ആശുപത്രികളെ വരെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കിക്കാണാം, ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റാണോ കേരളത്തിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു മാറ്റാണോ കേരളത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ കണ്ടറിയാം. ഓക്കെ, ബൈ.